ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കണ്ണൂർ തിരികെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചേട്ടനെ കാണണം, ബൈക്ക് എടുക്കണം. ബൈക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം. ബൈക്കുമായി ചേട്ടനെ തിരികെയാണ് ഹെൽമെറ്റൊക്കെ ഉണ്ട്. കണ്ണൂർ കോക്ടെയിൽ ഗൈസ്, കണ്ണൂർ കോക്ടെയിൽ. കാശും കുഴപ്പമില്ല. എവിടെ ഇടണോ? നമ്മൾക്ക് വണ്ടി കിട്ടി. യൂട്യൂബിലാ? യൂട്യൂബിലാ? വണ്ടി കിട്ടി. വണ്ടി കിട്ടി. ഇനി നമ്മൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഹലോ ഗൈസ്, ഓണായോ ഗൈസ്? ഓണായി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ സ്നേക് പാർക്കിൽ വന്നു. എന്ന് വെച്ചാൽ ചേട്ടൻ വരാൻ കുറച്ച് താമസിക്കും. 4 മണിയാവും. അപ്പോൾ ഇപ്പോൾ 3 മണിയാണ്. അപ്പോൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം സമയമുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു സ്നേക് പാർക്കിൽ വന്നു. പാമ്പുകളെ കാണാൻ പോകുന്നു. നമ്മളോട് വെച്ചുണ്ട്. അവിടെ മിഥുനുണ്ട് അപ്പുറത്ത്. മിഥുൻ അവിടെ എന്ത് ചെയ്യാണ്? മിഥുൻ എന്തിൻ്റെയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ എന്നറിയില്ല. നമുക്കും പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. മീനാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ക്യാമറയിൽ പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങി. പിരാന. അപ്പോൾ ഗൈസ്, മീനിന്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും? പാമ്പിനെ കാണാൻ പോയാൽ. പാമ്പിനെ, കാട്ടുപൂച്ചയൊക്കെ ഉണ്ടല്ലോ. കാട്ടുപൂച്ച എവിടെ? അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നെ കാണുന്നുണ്ടോ? ഇവിടെ കൂടുതലും പാമ്പാണ്. തിരുവനന്തപുരത്ത് നമ്മളവിടെ അല്ലാണ്ട് നമ്മുടെ അവിടെ. നീ എവിടെ? നീ തിരുവനന്തപുരത്ത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത പക്ഷിനെ കാണാം. ഇതാണ് സിൽവർ ഫെസന്റ്. കോഴിയാണ്. കോഴി എവിടെ? കാട്ടുപൂച്ച കിടന്നുറങ്ങുന്നു. ഇത് നാടൻ പൂച്ചനെ പിടിച്ചിട്ട് കണ്ടോ എനിക്ക് തോന്നണം. ഇതൊന്നും നമുക്ക് പുതുമയില്ല. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കാരണം നമ്മുടെ കോളേജിൽ ഇതിലും വലിയ പന്നിക്കുഞ്ഞിന്റെ അത്രയുള്ള വലിയ പന്നിയുടെ അത്രയുള്ള ഒരു മുള്ളം പന്നീനെ നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇത്ര കുറച്ച് ചെറുതാണ് അല്ലേ? ഇത് ചെറുതാണ്. എനിക്കൊന്നും ഒരു വലുതാകുമ്പോ കാട്ടിലേക്ക് വിടുന്നു. ഇല്ലേ? വിടാൻ ചാൻസ് കുറവാണ്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഗൈസ് അല്ലേ? ഒരു പ്രേതം മലമ്പാമ്പ്. ഒരു ദിവസം ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ബയോളജി ടെസ്റ്റിൻ്റെ പുറത്ത് ഇങ്ങനൊരു പടം ഉണ്ട്. ഇങ്ങനൊരു പടം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പോകുന്നത് അച്ചാച്ചനാന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുക, എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഇത് നിന്റെ തന്തയാണ്. അച്ചാച്ചൻ അവളുടെ തന്തക്ക് വിളിച്ചു. അതാണ് മുന്നേ പോകുന്നത് ആമക്കുഞ്ഞാ. അത് ഗൈസ്, ഇതാണ് അവളുടെ ആമക്കുഞ്ഞ്. പോത്ത് പോലെ പറഞ്ഞ ആമകളാണ് അവളുടെ ആമക്കുഞ്ഞ്. ഇതിൻ്റെ ഉള്ളിൽ വലിയ ആമ. ഗായ്സ്, ദേ കൊറേ വിഷ്ണുച്ചകൾ. എന്തോരാ? അയ്യോ, അവൻ കളിക്കുന്ന അവിടെ. സമയം തോന്നുന്നുണ്ട്. ഇനി എനിക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ അതിന് അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ കമന്റിൽ പറയും. അതിന്റെ രോമം കണ്ടോ? ഇല്ല, അതിന്റെ രോമം നനഞ്ഞോണ്ട് കൊത്ത് കിട്ടിയാ കൊത്ത് മേടിച്ചോണ്ട് ഇവനെ വിട്ടിരിക്കുന്നു. കൊത്ത് മേടിച്ച് പോണിട്ടല്ലേ കൊത്തണേ. Don't touch bacteria. Don't touch.
ഡോണ്ട് ടച്ച് Don't touch, don't touch. വരുന്നല്ലേ അത് ചക്കിപ്പരുന്ത. ചക്കിപ്പരുന്ന് ചക്കിപ്പരുന്ന് നമ്മളെല്ലായിടത്തും കാണുന്നതാണ്, അതുകൊണ്ട് വലിയ അത്ഭുതമില്ല. നമുക്ക് മൂങ്ങനെ കാണാൻ പറ്റും. മൂങ്ങനെ നമ്മൾ കാണുന്നതാണ്. നിങ്ങളെന്താ കാണാത്ത? നമുക്ക് ഒരെങ്ങനെ കാണും, ആ മലമ്പാമ്പിനെ കണ്ടിട്ടുണ്ട്, എല്ലാം കാണും. സൂവില് വരേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് പൈസ കൊടുത്ത് കാണണം. എന്തിനാ നമ്മള് പൈസ അവിടെ വീട്ടുമുറ്റത്ത് വരെയെല്ലാം കാണണം, മലമ്പാമ്പിനെ കാണും. പൈസ കൊടുക്കാതെ ആനനെ കാണും, കാട്ടുവന്നിനെ കാണും. മയിൽ ഇത് ഒരു അത്ഭുതമല്ല, ഇതൊക്കെ വീട്ടിൽ സ്ഥിരം പെണ്ണാണ്. ഇത് ഒക്കെ പെണ്ണ്, അത് പെണ്ണ്. കളറില്ലാത്ത ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ നേച്ചറിലാണാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മള് വീണ്ടും പാമ്പിനെ കാണാൻ പോവല്ലേ? പാമ്പിനെ കാണാൻ നമ്മൾ കോബ്രാസിനെ കാണാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇന്ത്യൻ റോക്ക് പൈത്തൺ, ഇന്ത്യൻ കോബ്ര, റഷ്യൻ വൈപ്പർ, ഇന്ത്യൻ റാറ്റ് സ്നേക്ക് എന്ന് വെച്ചാൽ ചേര, ഇന്ത്യൻ മലമ്പാമ്പ്. മലമ്പാമ്പല്ല, പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് ഉറങ്ങുകയാണ്. ഹലോ, ഷിബിയുടെ അമ്മയുടെ ഫോൺ വന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ എനിക്ക് ഫോൺ കിട്ടി. ഇവിടെയാണ് ഇല്ല, ഇവിടെ വന്ന് ചേട്ടൻ ഡ്യൂട്ടിയിലാണ്. 4 മണിക്ക് ചേട്ടന്റെ ഡ്യൂട്ടി. ഇത് പെരുമ്പാമ്പാണ് ഗൈസ്, പെരുമ്പാമ്പിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് ഗൈസ്, സൂപ്പർ, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തോട്ട് പോകും. ഇവിടെ വലിയൊരു പാമ്പുണ്ട് ഗൈസ്, വലിയ പാമ്പ്. കണ്ടോ വണ്ടി ഫോട്ടോ കാണിച്ചു തരാം. അല്ല, പാമ്പിൻ്റെ സങ്കേതമാണ് ഗൈസ്, പാമ്പിൻ്റെ സങ്കേതം. പാർക്കിനെ കുറിച്ചും ഇതിന് 2 വാക്ക്. പാർക്കിൽ ഫുള്ള് ഭക്ഷണം സ്നേക്സ് ആണ്. ഈ ഫോറസ്റ്റ് ഫുള്ള് വനമാണല്ലേ? നമ്മളെ ഇതിൽ എന്താണ് മനസ്സിലാക്കാറ്, നമ്മളെ ജീവിതത്തിലും ഇതേപോലെ സ്നേക്സ് കാണും. നമ്മള് തരണം ചെയ്യണം. പക്ഷെ എല്ലാ സ്നേക്സും എന്താ ചീത്ത സ്നേക്സ് അല്ല, നല്ല സ്നേക്സും ഉണ്ട്. വെനമസും നോൺ വെനമസും. മിഥുൻ ഇതിൽ ഏതാണ്? ഞാൻ നോൺ വെനമസ് ആണല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, മിഥുൻ നോൺ ആണ് ഗൈസ്, നോൺ വെജ്. എന്തോ അതിനെ ചെവിയില്ലാത്ത പാമ്പിനെ കൈ കൊട്ടി പേടിപ്പിക്കുക എന്നുള്ളതാണ് ഷിബിന്റെ വിനോദം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ലോകത്തിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പുറത്തിറങ്ങാനുള്ള പരിപാടികളാണ്. മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിപാടികൾ അവസാനിപ്പിച്ച് തിരിച്ച് ട്രെയിൻ കയറേണ്ടതാണ്. സോ നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. മഴ തെറ്റിയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു വിശ്വസിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഒട്ടും ശരിയില്ല. പക്ഷെ ഇപ്പൊ വിളിച്ചു കഴിക്കും. 4 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ഇതുവരെ വിളിക്കില്ല. വിളിക്കും, പെട്ടെന്ന് തന്നെ വിളിക്കും. മഴയും കണ്ടിങ്ങനെ ഇരിക്കുക, വെയിലായി കൊണ്ട്. അപ്പോൾ അതൊന്ന് വിളിച്ച് അവിടെ എത്തുമ്പോൾ ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നമ്മളിവിടെ കോളേജിന്റെ ഫ്രണ്ടിൽ കാത്തിരിക്കുകയാണ് ഗൈസ്. കാറിന്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ജിക്കു ചേട്ടൻ വന്നിട്ട് വണ്ടി അവിടെ ഇരിക്കുന്നത് ഇതാ, അതാണ് ജിക്കു ചേട്ടന്റെ വണ്ടി. മഴയത്തിരിക്കുന്നു ഗൈസ്. ബാഡ് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ലൈവായിട്ട് കാണാം ജിക്കു ചേട്ടന്റെ സർപ്രൈസ് അല്ലേ? ജിക്കു ചേട്ടൻ സർപ്രൈസ് ആയി കഴിയുമ്പോ പിച്ച് ഇറങ്ങി ഓടിപ്പോവും. അപ്പൊ നമുക്ക് ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കാം. വെയിറ്റിംഗ് ആണ്, ഇതുവരെ ഇവിടെ മഴ പെയ്യാൻ മടിയാണ്, പക്ഷെ ഇന്ന് കൊറേ മഴ. ഇന്ന് മൊത്തത്തിൽ നല്ല കാര്യങ്ങൾക്ക് മഴ നല്ലതാണ്. അപ്പൊ ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ബൈ. വന്നില്ല, ആരും വന്നില്ല ഗൈസ്, ആരും വന്നില്ല.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചേട്ടൻ ഇവിടെ എത്തുന്നതാണ് ഗൈസ്. അപ്പോ നമുക്ക് കാത്തിരിക്കാം തത്സമയ ദൃശ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് ഗൈസ്. ക്യാമറമാൻ ഷിബുവിനൊപ്പം വിഷ്ണുജാജ്. ഈ നെഞ്ചിൽ മിന്നൽ മിന്നും പോലെ ഒരു തൂവെളിച്ചം. ഓ കണ്ണിൽ ഈ കണ്ണിൻ മുന്നിൽ ഞാൻ നിന്നെ കണ്ടേ പുതിയ പൊൻതിളക്കം.